ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുമായിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായി. ഫ്രണ്ട് എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും, ആ മോളെ ഞാൻ കുഞ്ഞുമോളെ എന്ന് വിളിക്കുവാണ്. ശരിക്കുള്ള പേര് അതല്ല, എന്നാലും ഞാൻ കുഞ്ഞുമോളെന്ന് പറയും. അപ്പോൾ അവൾ എന്നോട് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, കുഞ്ഞുമോൾക്ക് ഇപ്പം എന്തോ മാറ്റം വന്നു, കുഞ്ഞുമോൾ പഴയ പോലെയല്ല, കുഞ്ഞുമോൾ ഇപ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ല, കുഞ്ഞുമോൾ വേറെ എന്തിനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാൻസ് പഠിക്കാനോ പാട്ട് പഠിക്കാനോ ഒക്കെ ചേർക്കാന്ന് പറയുമ്പോൾ വേണ്ട, ആ സമയം ദേഷ്യം കാണിക്കുന്നു. എന്നാൽ കുഞ്ഞുമോൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, LKG UKG പഠിക്കുന്ന സമയത്ത് നല്ല സ്മാർട്ടായിട്ട് എല്ലാത്തിനും അങ്ങോട്ട് പേര് കൊടുത്ത് ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അവൾക്കൊരു മാറ്റം വന്നിരിക്കുന്നു. അതെന്താണ് എന്നുള്ളത് നീ ഒന്ന് സംസാരിക്കാവോ? എന്നോട് അവളൊന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമോളുമായിട്ട് സംസാരിക്കുമ്പോൾ, കുഞ്ഞുമോൾ എന്ന് പറയുന്ന കുട്ടി എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാണ്. എല്ലാത്തിനും നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ എന്താ അത് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഒന്ന് റിയാക്ട് ചെയ്യുന്ന തരത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ഇപ്പം ആ കുട്ടി പതിയെ പതിയെ ഒരു ഇൻട്രോവേർട്ട് ആയി വരുന്നുണ്ടോ എന്ന് വീട്ടുകാർക്ക് തന്നെ ഒരു സംശയം തോന്നി. അപ്പോൾ എനിക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി പഴയ കുഞ്ഞുമോളല്ല എൻ്റെ അടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആള് നല്ല എക്സ്ട്രോവേർട്ട് ആയിരുന്നു. അപ്പോൾ കുട്ടിയോട് സംസാരിക്കുന്ന സമയം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കുട്ടി സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് ചേർന്നു, ഒരു ആനുവൽ ഡേക്ക്. അപ്പോൾ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലുള്ള ടീച്ചറും വേറൊരു അധ്യാപകനും വന്നു. അവർ പറയുന്ന പോലെ അല്ല കുട്ടി അന്നേരം ചെയ്തത് എന്ന് കണ്ടത് മുതൽ, അതായത് ആ ഒരു ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയത് മുതൽ ആ പ്രോഗ്രാം കഴിയുന്നത് വരെ ദിവസവും ആ കുട്ടിയോട് ആ അധ്യാപിക പറയുമായിരുന്നു, യു ആർ നോട്ട് എ ഗുഡ് ഡാൻസർ, യു ആർ നോട്ട് എ ഗുഡ് ഡാൻസർ. എപ്പോഴും ആ കുട്ടിയോട് ഇത് പറയുമായിരുന്നു. അത് കേട്ട് ആ കുട്ടിക്ക് ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ആ ഒരു കുട്ടി ചെയ്യുന്ന ആ ഒരു വർക്കിനോട് ഉള്ള ഒരു ആത്മാർത്ഥത അത് കുറഞ്ഞു വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആയപ്പോൾ ഡാൻസ് എന്നോ പാട്ടെന്നോ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു തരം പേടിയും വെറുപ്പും ഒക്കെ ആയി തുടങ്ങി. കുട്ടിക്ക് ടാലന്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ വീട്ടുകാർ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡാൻസ് ക്ലാസ്സിലും പാട്ട് പഠിക്കാനും ഒക്കെ കൊണ്ടാക്കി. പക്ഷേ പതിയെ കുട്ടി അതിനൊന്നും പോകാതെയായി. കാരണം എന്തുകൊണ്ടാണ്? കുട്ടിയുടെ മൈൻഡിൽ കിടക്കുവാണ് യു ആർ നോട്ട് എ ഗുഡ് ഡാൻസർ എന്ന് കുട്ടിയുടെ ആ ഒരു ഫസ്റ്റ് ടീച്ചർ പറഞ്ഞ ആ ഒരു സെന്റൻസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക. ഇവിടെ ശരിക്കും കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് പറയുന്നത് ആരാണ്? ആ കുട്ടിയാണോ? അതേ ആ അധ്യാപികയാണോ? നമ്മൾ പലപ്പോഴും കേൾക്കും കുട്ടിക്കാലത്ത് വരുന്ന പല ട്രോമകളും നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കുന്നു. അതിനൊരു ഉദാഹരണം കൂടിയാണിത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരത്തിലൂടെ കടന്നു പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ? നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ക്യാരക്ടറിൽ മാറ്റം വരും. അതെന്ന് പറഞ്ഞാൽ ഏജ് മാറുന്നതനുസരിച്ച് കുട്ടികളുടെ ക്യാരക്ടറിൽ മാറ്റം വരും. അങ്ങനെ ഒരു മാറ്റമല്ലാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയായിട്ടൊന്ന് സംസാരിക്കുക.